ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 45-46 ആയത്തുകൾ. واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. സഹനവും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടുക. വിനയാന്വിതരല്ലാത്തവർക്ക് വലിയ കാര്യം തന്നെയാണത്. واستعينوا بالصبر والصلاة. അവിടെ നമുക്ക് വേണമെങ്കിൽ നിർത്താം എന്നതിൻ്റെ അടയാളമാണ് അജീം വസ്വലാ എന്നെഴുതിയെടുത്ത്. നിർത്തുകയാണെങ്കിൽ വസ്വലാഹ് ഹ എന്ന ശബ്ദമാണ് കേൾക്കേണ്ടത്, ത അല്ല. وإنها لكبيرة إلا على الخاشعين. وإن നൂനിന് ഷദ്ദ് വന്നിട്ടുണ്ട്, ഗുന്ന ചെയ്ത് മണിച്ചുകൊണ്ട് ഓതുക. ലകബീറത്തുൻ ഇല്ല, അവിടെ ലകബീറത്തുൻ എന്ന തൻവീനിനെ വളരെ വ്യക്തമായി ഇൽഹാർ ചെയ്തുകൊണ്ട് ഓതുക. الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. തങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടുന്നവരാണെന്നും അവനിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും കരുതുന്നവരാണവർ. الذين يظنون أنهم ملاقو ربهم. يظنون أنهم, ഇവിടെയൊക്കെ നൂനിന് ഷദ്ദ് വന്നിട്ടുണ്ട്, ഗുന്ന ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതുക. അന്നഹും മുലാഖൂ, അവിടെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് ഓതുന്നു, അതുകൊണ്ട് മണിക്കണം. വഅന്നഹും ഇലൈഹി റാജിഊൻ, അവിടെയും നൂനിന് ഷദ്ദ് വന്നിട്ടുണ്ട്, മണിക്കേണ്ടതുണ്ട്. ഐൻ, വാവ്, നൂൻ ത്രയാക്ഷരങ്ങളിൽ നിന്ന് നിഷ്പന്നമായ ഔനിൽ നിന്നുണ്ടായ ബഹുവചന കൽപ്പനാക്രിയയാണ് ഇസ്തഈനു, നിങ്ങൾ സഹായം തേടുക എന്നാണർത്ഥം. തനിക്ക് ചെയ്യാനാകാത്തത് മറ്റൊരാളോട് ചോദിക്കുമ്പോഴാണ് അത് ഔൻ ആയിത്തീരുക. ഉദ്ദിഷ്ടകാര്യത്തിന്റെ പൂർത്തീകരണത്തിനായി തന്നെക്കൊണ്ടാവുന്നതെല്ലാം ചെയ്ത ശേഷം മറ്റൊരാളിൽ നിന്ന് ആവശ്യപ്പെടുന്ന സഹായമാണത്. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായി തന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്ത ശേഷമാണ് ദാസൻ അള്ളാഹുവിനോട് ഇസ്തിആനത്ത് ചെയ്യുന്നത്. അള്ളാഹുവിനോട് മാത്രമുള്ള ഇസ്തിആനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ കഴിവുകൾക്കപ്പുറത്തുള്ള സഹായാർത്ഥനയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്നായിരുന്നു ഫാത്തിഹയിലെ ദാസന്റെ പ്രതിജ്ഞ. സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ സഹായം ആവശ്യമുള്ളവരാണ്. ദാസന്മാർ അത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനോട് സഹായാർത്ഥന നടത്തുന്നതിനെ ഈ വചനം പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുവാൻ ഇസ്രായേല്യരോട് നിർദ്ദേശിക്കുന്നു. എങ്ങനെയാണ് അവനോട് സഹായം തേടേണ്ടത് എന്ന ചോദ്യത്തിന് സഹനവും നമസ്കാരവും വഴി എന്നാണ് ഈ വചനം നൽകുന്ന ഉത്തരം. സഹനം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സബർ എന്ന പദത്തെയാണ്. സ്വാദ്, ബ, റാ അക്ഷരത്രയത്തിൽ നിന്നാണ് സബറിന്റെ നിഷ്പത്തി. ഈ അക്ഷരത്രയത്തിന്റെ വ്യത്യസ്തമായ വകഭേദങ്ങൾ 103 തവണ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. തളയ്ക്കുക, നിയന്ത്രിക്കുക എന്നീ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് ഈ അക്ഷരത്രയം. കോപത്തെ തളയ്ക്കുകയും ഇച്ഛകളെ നിയന്ത്രിക്കുകയുമാണ് സബർ എന്ന് പറയാം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനും വിശ്വാസി പ്രകടിപ്പിക്കുന്ന സ്ഥിരോത്സാഹം സബറാണ്. തന്റെ ഇച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ടാണ് അവ ചെയ്യുന്നത് എന്നതുകൊണ്ടാണിത്. ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ദൈവിക സഹായം മാത്രം കാക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ക്ഷമിക്കുന്നത് സബറാണ്. സാഹചര്യങ്ങളോടുള്ള ദേഷ്യത്തെ തളച്ചുകൊണ്ട് ദൈവിക വിധിയെ സ്വീകരിക്കുന്നത് കൊണ്ടാണിത്. ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവയുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റേതാണ് ഞങ്ങൾ, അവങ്കലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്ന് പറയുന്നവരാണ് സബറുള്ളവർ അഥവാ അസ്വാബിരീൻ എന്നാണ് ഖുർആൻ പറയുന്നത്. രണ്ടാം അധ്യായം 155-156 സൂക്തങ്ങൾ. കേവലമായ ക്ഷമ എന്നതിലുപരിയായി പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ അവ പരമകാരുണികനായ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി സഹനം അവലംബിക്കുകയും അതിൽ ആത്യന്തികമായ നന്മ പ്രതീക്ഷിക്കുകയും ചെയ്യലാണ് സബർ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.
സഹനവും നമസ്കാരവും വഴി അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രായേലിയരോടാണ്. ഇക്കാര്യം തന്നെ വിശ്വാസികളോടും ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട്. 2-ാം അധ്യായം 153-ാം സൂക്തത്തിലൂടെ. വിശ്വാസിക്ക് വ്യക്തിപരമായി ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നായി സഹനത്തെ പരിചയപ്പെടുത്തുന്ന ഖുർആൻ വചനങ്ങളും ഹദീസുകളും നിരവധിയാണ്. സ്വയം സഹിക്കുക മാത്രമല്ല, സഹനം കൊണ്ട് ഉപദേശിക്കുകയും വേണമെന്നാണ് വിശ്വാസികളോടുള്ള ഖുർആനിന്റെ കൽപ്പന. 103-ാം അധ്യായം 2-3 സൂക്തങ്ങൾ. സഹിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹുവെന്നും 2-ാം അധ്യായം 153-ാം സൂക്തം. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമുള്ളവർക്കാണ് സഹിക്കുവാൻ കഴിയുകയെന്നും 16-ാം അധ്യായം 127-ാം സൂക്തം. ക്ഷമിക്കുന്നത് വഴി ബദ്ധശത്രുവിനെ ഉറ്റമിത്രമാക്കാൻ കഴിയുന്നവർ മഹാഭാഗ്യവാന്മാരാണെന്നുമെല്ലാം 41-ാം അധ്യായം 34-35 സൂക്തങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. സഹനമുള്ളവനാകാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ അള്ളാഹു അയാൾക്ക് ക്ഷമ നൽകും. സഹനത്തേക്കാൾ നല്ല സമ്മാനങ്ങളൊന്നും ഇതേവരെ ആർക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന നബിവചനം അബൂ സഈദുൽ ഖുദ്രിയിൽ നിന്ന് ഇമാം മാലിക് തന്റെ മുവത്തയിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. സഹനമുണ്ടാവുക എന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉത്തമമായ ഭാഗമായി ഞങ്ങൾ പരിഗണിച്ചിരുന്നത് എന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി സ്വീകാര്യമായ പരമ്പരയോടെ ഉദ്ധരിച്ചത്. തീർച്ചയായും സഹനം വിശ്വാസത്തിൽ നിന്നുള്ളതാണ്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ശിരസ്സിനുള്ള സ്ഥാനമാണ് അതിനുള്ളത്. സബറില്ലാത്തവന് ഈമാനില്ലെന്നുറപ്പാണ് എന്ന അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനങ്ങൾ ഇമാം ബൈഹഖി തന്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ചത് സഹനത്തെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് പ്രവാചകാനുചരന്മാർ കണ്ടിരുന്നതെന്ന് വ്യക്തമാക്കുന്നു. അള്ളാഹുവിന്റെ തീരുമാനങ്ങളെയെല്ലാം ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്നതാണ് സഹനം. അള്ളാഹുവിന്റെ സന്നിധിയിലേക്കുള്ള വിശ്വാസിയുടെ യാത്രയാണ് നമസ്കാരം. ഇവ രണ്ടും വഴി അള്ളാഹുവിനോട് സഹായം തേടുവാനാണ് ഖുർആനിന്റെ നിർദ്ദേശം. വേദക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഈ നിർദ്ദേശത്തിന് പ്രത്യേകമായ പ്രസക്തിയുണ്ട്. ജനങ്ങളോട് പുണ്യം കൽപ്പിക്കുകയും സ്വന്തത്തെ നിങ്ങൾ മറന്നുകളയുകയും ചെയ്യുന്ന വേദപണ്ഡിതരെയാണ് കഴിഞ്ഞ വചനം അഭിസംബോധന ചെയ്യുന്നത്. സത്യം മറച്ചുവെക്കുന്ന വേദപണ്ഡിതർ. അവരിൽ ആരെങ്കിലും സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ അതുവഴി അവർക്ക് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നേക്കും. പ്രയാസങ്ങളും പീഡനങ്ങളും ഉണ്ടായേക്കും. ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിബ്നു സലാമിനെ പോലെയുള്ളവർ ഉദാഹരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കുവാൻ സന്നദ്ധമായാൽ ഉണ്ടായേക്കാവുന്ന പ്രയാസങ്ങളെക്കുറിച്ചോർത്ത് നിശബ്ദരാകേണ്ടവരല്ല വേദജ്ഞാനികൾ. അവർ സത്യം പറയണം. അവരുടെ പ്രയാസങ്ങളിൽ അള്ളാഹു അവരെ സഹായിക്കും. പ്രശ്നങ്ങളെ നേരിടാൻ ധൈര്യം കാണിക്കുകയും ത്യാഗങ്ങൾ സഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കുകയും ചെയ്താൽ അവർക്ക് അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒപ്പം തന്നെ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചതുപോലെ അവർ നമസ്കരിക്കുകയും വേണം. യഥാരൂപത്തിൽ നമസ്കരിക്കാൻ അവർ സന്നദ്ധമായാൽ തന്നെ അവർക്ക് സമാധാനമുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രയാസം നേരിട്ടാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് അഭയം തേടി ചെല്ലുമായിരുന്നു എന്ന ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷ്യം ഇമാം അബൂദാവൂദ് തന്റെ സുനനിൽ സ്വീകാര്യമായ സനദോടെ നിവേദനം ചെയ്തത് ഇതോട് ചേർത്ത് വായിക്കുക. സർവശക്തന്റെ സന്നിധിയിൽ തന്റെ പ്രയാസങ്ങൾ തുറന്നു പറയുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ വലിയ സമാധാനം എവിടുന്നാണ് ലഭിക്കുക? വിനയാന്വിതരല്ലാത്തവർക്ക് സഹനവും നമസ്കാരവും എല്ലാം ഏറെ പ്രയാസകരമായിരിക്കുമെന്നാണ് വിനയാന്വിതരല്ലാത്തവർക്ക് വലിയ കാര്യം തന്നെയാണത് എന്ന 45-ാം വചനത്തിന്റെ അവസാന ഭാഗം സൂചിപ്പിക്കുന്നത്. ഖാശിഈൻ എന്നതിന്റെ പരിഭാഷയാണ് വിനയാന്വിതർ. ഖാ ഷീൻ ഐൻ അക്ഷരത്രയത്തിൽ നിന്നുണ്ടായ ഖുശൂഇന്റെ കർത്തൃനാമമാണ് ഖാശിഅ്. ആദരവിൽ നിന്നും ഭയഭക്തിയിൽ നിന്നും ഉണ്ടാവുന്ന വിനയമാണ് ഖുശൂ. ഈ ത്രയാക്ഷരങ്ങൾ ഖുർആനിൽ പ്രയോഗിച്ച 17 തവണയും അർത്ഥമാക്കിയിരിക്കുന്നത് വിനയമാണ്. ഹൃദയം അള്ളാഹുവിന് കീഴ്പ്പെടുമ്പോഴുള്ള വിനയമാണത്. അതുള്ളവർക്കേ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും തനിക്ക് പ്രയാസമുണ്ടാക്കുന്നതാണെങ്കിൽ പോലും അത് തന്നെയാണ് ആത്യന്തികമായി നന്മയെന്ന് മനസ്സിലാക്കി ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയൂ. നമസ്കാരവും അങ്ങനെ തന്നെ. അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിച്ചവർക്ക് യഥാരൂപത്തിൽ നമസ്കരിക്കാൻ സാധിക്കൂ. തന്റെ നാഥനുമായി താൻ നടത്തുന്ന വിനയാന്വിതമായ സംഭാഷണമാണ് അവർക്ക് നമസ്കാരം. ഖുശൂ ആണ് നമസ്കാരത്തിന്റെ ജീവൻ. ആരാണ് വിനയാന്വിതരെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് 46-ാമത്തെ വചനം നൽകുന്നത്. തങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടുന്നവരാണെന്നും അവനിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും കരുതുന്നവർ.
മരണാനന്തരം പടച്ചവനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ബോധമാണ് വിശ്വാസിയിലെ വിനയം സൃഷ്ടിക്കുന്നത്. ആ ബോധമുണ്ടായിക്കഴിഞ്ഞാൽ വേദക്കാരിലും വിനയമുണ്ടാവും. അവർ സത്യം പറയാനും സ്വീകരിക്കാനും സന്നദ്ധമാവും. അത് ഇല്ലാത്തത് കൊണ്ടാണ് പ്രവർത്തിക്കാത്തത് പറയുന്നവരും സത്യം മറച്ചുവെക്കുന്നവരും സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നവരുമൊക്കെയായി വേദപണ്ഡിതന്മാർ മാറുന്നത്. മരണാനന്തര ജീവിതത്തിൽ യഥാരൂപത്തിൽ വിശ്വാസമില്ലാത്തവരായി മതനേതൃത്വത്തിലുള്ളവർ മാറുമ്പോഴാണ് അവരുണ്ടാക്കുന്ന മതം ദുഷ്കരമായി തീരുന്നത്. ചൂഷണത്തിന്റെ ഉപാധിയുമായി മതം മാറുന്നതും അതുകൊണ്ടുതന്നെ. ഇത് പ്രവാചക കാലത്തെ അവസ്ഥ മാത്രമല്ല, ഇന്നും സ്ഥിതി അങ്ങനെ തന്നെയാണ്.